Dusk to dawn charge controller 12 watts 10 ampere, solar battery 12 watts 100 ampere hours, solar panel 75 watts, 4x LED ലൈറ്റ് 12 വാട്ട്സ് DC 5 വാട്ട്സ് എന്നിവ ഉപയോഗിച്ച് സോളാർ ഗാർഡൻ ലൈറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ സെഷനിൽ നാം പഠിക്കുന്നത്. സെഷൻ അവസാനിക്കുമ്പോൾ സോളാർ ഗാർഡൻ ലൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ലഭിക്കുകയും അവയുടെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയാനും ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പൽ മനസ്സിലാക്കാനും സാധിക്കും. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് ഒരു സോളാർ ഗാർഡൻ ലൈറ്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രൊസീജിയറുകളും പഠിക്കും. തോട്ടങ്ങളിലും മറ്റും അലങ്കാരങ്ങളുടെ ഭാഗമായി സ്ഥാപിക്കുന്ന ലൈറ്റുകളാണ് സോളാർ ഗാർഡൻ ലൈറ്റുകൾ. തോട്ടങ്ങൾ, യാർഡുകൾ, നടപ്പാതകൾ എന്നിവയ്ക്ക് ഒരു പ്രത്യേക തീം നൽകുന്നതിനും ആകർഷണത്വം വർദ്ധിപ്പിക്കുന്നതിനും ഈ ലൈറ്റുകൾ സഹായിക്കുന്നു. സോളാർ ഗാർഡൻ ലാമ്പ് പോസ്റ്റുകളും വ്യത്യസ്ത സ്റ്റൈലുകളിലും ഷോപ്പുകളിലും മോഡിയിലുള്ള സ്റ്റൈലിഷ് മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കാറുള്ളത്. പോസ്റ്റ് മൗണ്ടഡ് ആയിട്ടുള്ള എല്ലാ സോളാർ ഗാർഡൻ ലൈറ്റുകളും ഒരു സ്ഥലത്തിന് യുണീക്ക് പേഴ്സണൽ ടച്ച് നൽകാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. പൂന്തോട്ടത്തിനോ നടുമുറ്റത്തിനോ നടപ്പാതയ്ക്കോ വേണ്ടി സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ സ്റ്റൈലുകളിലുള്ള നിരവധി ബ്രാൻഡുകളുടെ സോളാർ ലാമ്പ് പോസ്റ്റുകൾ ലഭ്യമാണ്. ഇതൊരു ജീവിതശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഔട്ട്ഡോറിൽ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലും ഇന്റീരിയറിൽ ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്നതിനും നിരവധി ഫീച്ചറുകൾ സോളാർ ഗാർഡൻ ലൈറ്റ്സ് നൽകുന്നുണ്ട്. കൃത്യമായി ഉപയോഗിച്ചാൽ സോളാർ ഇൻഡോർ, ഔട്ട്ഡോർ ലൈറ്റുകളിൽ നിന്ന് ഏറ്റവും മികച്ച ഗുണം തന്നെ ലഭിക്കുകയും ചെയ്യും. ഔട്ട്ഡോർ സോളാർ ലാൻഡ്സ്കേപ്പ് ലൈറ്റുകളെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിരവധി വർഷത്തേക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. നല്ലൊരു ബ്രാൻഡിന്റെ ലൈറ്റ് തിരഞ്ഞെടുക്കുക എന്നതും ഇവിടെ പ്രധാനമാണ്. ഒരു സോളാർ ഫോട്ടോ വോൾട്ടൈക് അല്ലെങ്കിൽ SPV പാനൽ, ഒരു ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ, സോളാർ ബാറ്ററി, ഗാർഡൻ ലാമ്പ് അസംബ്ലി സെറ്റ്, LED ലാമ്പുകൾ, സോക്കറ്റുകൾ, സ്വിച്ചുകൾ, വയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഒരു സോളാർ ഗാർഡൻ ലൈറ്റ് നിർമ്മിക്കുന്നത്. SPV പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യപ്പെടുന്ന ബാറ്ററികളിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുക. സോളാർ ഗാർഡൻ ലൈറ്റുകൾക്കായി ഉപയോഗിക്കുന്ന സോളാർ ചാർജ് കൺട്രോളറിന് ഒരു ഡസ്ക് ടു ഡോൺ ഫീച്ചർ ആവശ്യമാണ്. കാരണം സൂര്യാസ്തമയം അതായത് ഡസ്ക് സമയത്ത് ഈ ലൈറ്റുകൾ പ്രകാശിക്കുകയും സൂര്യോദയം അഥവാ ഡൗൺ സമയത്ത് അവ അണയുകയും വേണം. ഗാർഡൻ ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള ഗാർഹിക ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത DC ലോഡഡ് SPV സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. DCക്ക് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡും ആംപ്ലിറ്റ്യൂഡുമാണ്. സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് വരെ ഒരേ ആംപ്ലിറ്റ്യൂഡ് നിലനിർത്താനും ഇവയ്ക്ക് സാധിക്കും. വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി മാറ്റമില്ലാതിരുന്നാൽ മാത്രം മതി. ഇവിടെ ഉപയോഗിക്കുന്ന LED ലൈറ്റുകൾ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനാൽ ചെറിയ ഗാർഡൻ ലൈറ്റുകൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ്. LEDകളുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ റേറ്റ് വളരെ കുറവായതിനാൽ സോളാർ ഗാർഡൻ ലൈറ്റുകൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന SPV മൊഡ്യൂളുകളുടെ പവർ റേറ്റിംഗും കുറവായിരിക്കും. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സോളാർ ഗാർഡൻ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. പകൽ സമയത്ത് സോളാർ ഫോട്ടോ വോൾട്ടായിക് പാനൽ സൂര്യനിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്യുകയും ഈ സോളാർ എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട ഇലക്ട്രിക്കൽ എനർജി ഒരു ചാർജ് കൺട്രോളർ വഴി സോളാർ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ചാർജ് കൺട്രോളർ രാത്രികാലങ്ങളിൽ സോളാർ പാനൽ മുഖേനയുള്ള കറണ്ടിന്റെ ബാക്ക് ഫ്ലോ തടയുകയും വോൾട്ടേജ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. രാത്രിയിൽ സോളാർ പാനൽ മുഖേനയുള്ള ഇലക്ട്രിസിറ്റി ഉൽപാദനം നിലയ്ക്കുകയും LED ഓൺ ആവുകയും ചെയ്യും. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് സോളാർ ഗാർഡൻ ലൈറ്റ് നിർമ്മിക്കുന്നതിന്റെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ പരിശോധിക്കാം. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് സോളാർ ഗാർഡൻ ലൈറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുക. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ 12 വാട്ട്സ് 10 ആംപിയർ, സോളാർ ബാറ്ററി 12 വാട്ട്സ് 100 ആംപിയർ hours, സോളാർ പാനൽ 75 വാട്ട്സ്, 4x LED ലൈറ്റ് 12 വാട്ട്സ് DC 5 വാട്ട്സ്, 4 സൈഡ് ഗാർഡൻ ലാമ്പ് അസംബ്ലി സോക്കറ്റുകൾ, സ്വിച്ചുകൾ, അത്യാവശ്യം വയറുകൾ എന്നിവയാണ് നിർമ്മാണത്തിന് ആവശ്യമായി വരുന്ന സാധനങ്ങൾ. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് സോളാർ ഗാർഡൻ ലൈറ്റ് നിർമ്മിക്കുന്നതിന് കോൺഡ്യൂട്ട് പൈപ്പുകൾ, സോക്കറ്റുകൾ, സ്വിച്ചുകൾ, വയറുകൾ എന്നിവ പാരലലായി കണക്ട് ചെയ്ത ലോഡ് സർക്യൂട്ട് വയർ ചെയ്യുക.
സർക്യൂട്ടിന്റെ പോളുകളിലെ കണക്ഷൻ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പാക്കിയ ശേഷം LED ബൾബ് കണക്ട് ചെയ്യുക. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ LED ഓഫ് ആണെന്ന് ഉറപ്പാക്കുക. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളറിന്റെ ബാറ്ററി ഇൻപുട്ട് ടെർമിനലിൽ പൂർണ്ണമായും ചാർജ് ചെയ്ത സോളാർ ബാറ്ററി 12 വോൾട്ട്സ് 100 ആംപിയർ അവേഴ്സ് കണക്ട് ചെയ്യുക. തുടർന്ന് ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളറിന്റെ സോളാർ ഇൻപുട്ട് ടെർമിനലിൽ സോളാർ പാനൽ അഥവാ 75 വാട്ട്സ് കണക്ട് ചെയ്യുക. പിന്നീട് സോളാർ പാനൽ സൺലൈറ്റിൽ വെച്ച ശേഷം ചാർജിംഗ് LED ഓൺ ആയോ എന്ന് പരിശോധിക്കുക. ശേഷം ലോഡ് വയർ ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ട് പോർട്ടുകളിൽ കൃത്യമായി അറ്റാച്ച് ചെയ്യുക. സോളാർ പവർ ഉപയോഗിച്ചുള്ള ഗാർഡൻ ലൈറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച പ്രൊസീജിയറുകൾ പരിശോധിക്കാം. ചുവടെ ചേർത്തിരിക്കുന്ന ടൂളുകളും എക്യുപ്മെന്റുകളും നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുക. LED ബൾബുകൾ ഓൺ അല്ലെന്ന് ഉറപ്പുവരുത്തുക. സോളാർ പാനൽ ഒരു കറുത്ത തുണി കൊണ്ട് മറയ്ക്കുക. ഇതോടൊപ്പം ഡസ്ക് ടു ഡോൺ ചാർജറിന്റെ സോളാർ ഇൻപുട്ട് ടെർമിനലിൽ നിന്നും ഒരു വയർ ഡിസ്കണക്ട് ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം ചാർജ് കൺട്രോളർ സ്വിച്ച് ഓൺ ചെയ്യുക. ഔട്ട്പുട്ട് LED ഓൺ ആയെന്ന് ഉറപ്പാക്കുക. LED ബൾബുകൾ ഓരോന്നായി ഓൺ ചെയ്ത് ഗാർഡൻ ലൈറ്റിംഗ് സർക്യൂട്ട് പരിശോധിക്കുക. ഡസ്ക് ടു ഡോണിന്റെ സോളാർ ഇൻപുട്ട് ടെർമിനലിൽ നിന്ന് നേരത്തെ ഡിസ്കണക്ട് ചെയ്ത വയർ റീകണക്ട് ചെയ്യുകയോ സോളാർ പാനൽ മറച്ചിരിക്കുന്ന കറുത്ത തുണി മാറ്റുകയോ ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം LED ബൾബുകൾ ഓഫ് ആകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. LED ബൾബുകൾ ഗാർഡൻ ലൈറ്റ് അസംബ്ലിയിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഗാർഡൻ ലൈറ്റുകൾ സ്ഥാപിച്ച് ഒബ്സർവേഷനുകൾ രേഖപ്പെടുത്തുക. ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ, സോളാർ ബാറ്ററി, സോളാർ പാനൽ, 4x LED ഇവ ഉപയോഗിച്ച് ഗാർഡൻ ലൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു ഈ സെഷനിൽ പരിചയപ്പെടുത്തിയത്. സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് സോളാർ ഗാർഡൻ ലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സെഷൻ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മുതൽ ഈ സിസ്റ്റത്തിൻ്റെ കോമ്പണൻറ്റുകൾ തിരിച്ചറിയാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനും ഡസ്ക് ടു ഡോൺ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് സോളാർ ഗാർഡൻ ലൈറ്റ് നിർമ്മിക്കാനും സാധിക്കാവുന്നതാണ്.